Module 4 Role of Manager in Supply Chain. First, we will discuss supply chain performance drivers. Supply chain performance drivers activities are guided by decisions made regarding the supply chain drivers. അപ്പോൾ supply chain activitiesനെ നമ്മൾ ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ supply chain activitiesൽ നമ്മൾ decisions എല്ലാം എടുക്കുന്നത് supply chain driversനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. Each driver can be developed and managed to emphasize responsiveness or efficiency depending on the changes of business requirements. അപ്പോൾ ചേഞ്ചിങ് ബിസിനസ് റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മൾക്ക് ഡിസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജിങ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും സപ്ലൈ ചെയിൻ ഡ്രൈവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The supply chain drivers provide a useful framework for thinking about supply chain capabilities. Decisions made about how each driver operates will determine the blend of responsiveness and efficiency as a supply chain is capable of achieving. അപ്പോൾ സപ്ലൈ ചെയിൻ ഡിസിഷൻസ് എല്ലാം നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ്റെ കേപ്പബിലിറ്റീസും അതിൻ്റെ എഫിഷ്യൻസി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതും ഡിസിഷൻസ് എടുക്കുന്നതും ഈ സപ്ലൈ ചെയിൻ ഡ്രൈവേഴ്സിൻ്റെ ബേസിസിലായിരിക്കും. ദെൻ ഫോളോയിങ് അതർ സപ്ലൈ ചെയിൻ ഡ്രൈവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് മേജർ ഡ്രൈവേഴ്സ് ഓഫ് സപ്ലൈ ചെയിൻ പെർഫോമൻസ് കൺസിസ്റ്റ് ഓഫ് ലോജിസ്റ്റിക്കൽ ഡ്രൈവേഴ്സ് ആൻഡ് ക്രോസ് ഫങ്ഷണൽ ഡ്രൈവേഴ്സ്. ലോജിസ്റ്റിക്കൽ ഡ്രൈവേഴ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫെസിലിറ്റീസ്, ദെൻ ഇൻവെൻറ്ററി, ട്രാൻസ്പോർട്ടേഷൻ. ക്രോസ് ഫങ്ഷണൽ ഡ്രൈവേഴ്സിൽ വരുമ്പോൾ ഇൻഫർമേഷൻ, സോഴ്സിങ് ആൻഡ് പ്രൈസിങ്. ഫസ്റ്റ് വൺ നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ അത് നമ്മൾ സ്റ്റോർ ചെയ്യാനും അസംബിൾ ചെയ്യാനും യൂസ് ചെയ്യുന്ന ലൊക്കേഷൻസിനെയാണ് നമ്മൾ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതിൽ രണ്ട് ടൈപ്പ് പറഞ്ഞിട്ടുണ്ട് താഴെ. പ്രൊഡക്ഷൻ സൈറ്റ്സ്, ദാറ്റ് ഈസ് ഫാക്ടറീസ്, അവിടെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ദെൻ വെയർ ഹൗസസ്, മാനുഫാക്ചർ കഴിഞ്ഞ് ഇതിന് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് വെയർ ഹൗസസിലാണ്. ഇങ്ങനെയുള്ള രണ്ട് ടൈപ്പ് ഓഫ് ഫെസിലിറ്റിയാണ് മെയിനായിട്ട് ഫെസിലിറ്റിയുടെ കീഴിൽ വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? ഫാക്ടറീസ് ആണ് അല്ലേ, പ്രൊഡക്ഷൻ സൈറ്റ്സ്. ഫാക്ടറീസ് ക്യാൻ ബി ബിൽഡ് ടു അക്കോമഡേറ്റ് വൺ ഓഫ് ടു അപ്രോച്ചസ് ഓഫ് മാനുഫാക്ചറിങ്ങിൽ രണ്ട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ആണ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാക്ടറീസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫോക്കസ് എന്താണ്? പ്രോഡക്റ്റ് ഫോക്കസ്, ദെൻ ഫങ്ഷണൽ ഫോക്കസ്. പ്രോഡക്റ്റ് ഫോക്കസിൽ വരുന്നത് എന്താണെന്ന് നോക്കാം. എ ഫാക്ടറി ദാറ്റ് ടേക്സ് എ പ്രോഡക്റ്റ് ഫോക്കസ് പെർഫോംസ് എ ഹ്യൂജ് റേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് റിക്വയർഡ് ടു മേക്ക് എ ഗിവൺ പ്രോഡക്റ്റ് ലൈൻ ഫ്രം ഫാബ്രിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ്, അസംബ്ലി ഓഫ് ദീസ് പാർട്സ്. അപ്പോൾ പ്രോഡക്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത് പല ആക്ടിവിറ്റീസും ഈ പ്രോഡക്റ്റ് ലൈൻ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഗിവൺ പ്രോഡക്റ്റ് ലൈനിൽ അതിൻ്റെ പാർട്സുകളെ അസംബിൾ ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ജോയിൻ ചെയ്യിപ്പിക്കാനും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ലൊക്കേഷൻസ് ആണ്. അതുപോലെ അങ്ങനെയുള്ള അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫാക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് ഫോക്കസിൽ ഫാക്ടറി ചെയ്യുന്നത് എന്താണ്? അവിടെ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മിങ്കിൾ ചെയ്യുന്നു, ദെൻ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, അതിനെ അസംബിൾ ചെയ്യുന്നു, ഫൈനൽ പ്രോഡക്റ്റായിട്ട് കൊണ്ടുവരുന്നു. Then functional focus എന്ന് പറയുമ്പോൾ approach concentrates on performing just a few operations such as only making a select group of parts or doing only assembly. ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ല. ഫങ്ഷണൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമേ പെർഫോം ചെയ്യുന്നുള്ളൂ. എന്തൊക്കെയാണ്? എ ഗ്രൂപ്പ് ഓഫ് പാർട്സ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പാർട്സിനെ അസംബിൾ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പാർട്ട് മാത്രം മാനുഫാക്ചർ ചെയ്യുക, ആ കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. പ്രോഡക്റ്റ് ഫോക്കസിൽ എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻ്റ് ഒരു പെർട്ടിക്കുലർ ലൈൻ ഓഫ് പ്രോഡക്റ്റിനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും പ്രോഡക്റ്റ് ഫോക്കസിൽ ചെയ്യുന്നുണ്ട്. ഫങ്ഷണൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്നില്ലെങ്കിൽ പാർട്സിനെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പാർട്സിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ അസംബിൾ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫങ്ഷണൽ ഫോക്കസിൽ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞത് എന്തായിരുന്നു? വെയർ ഹൗസിംഗ് ആണ് അടുത്ത വരുന്ന ഫെസിലിറ്റി, ദാറ്റ് ഈസ് സ്റ്റോറേജ് സൈറ്റ്സ്. അപ്പോൾ വെയർ ഹൗസിംഗ് നമ്മൾക്ക് അറിയാവുന്നതാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റോറേജ്. ഇൻ ദിസ് അപ്രോച്ച് ഓൾ ഓഫ് ദ ഗീവൺ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഇസ് സ്റ്റോർഡ് ടുഗെദർ. സ്റ്റോക്ക് കീപ്പിംഗ് ഗ്രൂപ്പിൽ എല്ലാ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകളും നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ job load storage. In this approach all the different products related to need of certain type of consumer or related to needs of particular job are stored together. ഇവിടെ ജോബ് ലോട്ട് സ്റ്റോറേജ് എന്ന് പറയുന്നതിൽ അവിടെ ഒരു പെർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ജോബ് എന്ന് പറയുന്നത് ഇത്രയും പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണെന്ന് വിചാരിക്കുക. ആ ഒരു ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ട് വരുന്ന റിക്വയർമെൻറ്റിൽ വരുന്ന മെറ്റീരിയൽസ് മാത്രമേ ഇവിടെ സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്സ് മാത്രമേ ഇവിടെ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. പക്ഷേ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റിൽ എന്താണ്? എല്ലാ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റും സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ തന്നെയായിരിക്കും. Then cross-docking. In this approach, a product is not actually warehoused in a facility. Instead, the facility is used to house a process where
truck from suppliers arrive and unload large quantities of different products. Thus large loads are then broken down into similar lots. ദെൻ ഇവിടെ പറയുന്നത് ചെറിയ ചെറിയ ലോട്ട്സ് ആയിട്ട്, സ്മോളർ ലോട്ട്സ് ആയിട്ട് വലിയ ലോട്ട്സിനെ ബ്രേക്ക് ചെയ്തിട്ട് അത് നമ്മൾ ട്രക്കിൽ നിന്നും സപ്ലയേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ടൈം വരെ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ക്രോസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ദ സ്റ്റോറേജ് ലോട്ട്സ് ആർ ദെൻ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ ലോട്ട്സ്. നമ്മൾ പറഞ്ഞു ചെറിയ ചെറിയ ലോട്ട്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. സ്മോളർ ലോട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആർ കമ്പൈൻഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ ഡേ ആൻഡ് ക്വിക്ക്ലി ലോഡഡ് ഇൻ ടു ഔട്ട് ബോൺ ട്രക്ക് ദാറ്റ് ഡെലിവേഴ്സ് എ പ്രോഡക്റ്റ് ടു ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഡക്റ്റ്, കുറേ പ്രോഡക്റ്റുകൾ, ഇപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് കുറച്ച് നേരം വെക്കും. ദെൻ അതിനെ അവിടെ നിന്ന് ചെറിയ ലോട്ട്സ് ആക്കിയിട്ട് ഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാനായിട്ട് ഉള്ള ട്രക്കിലേക്ക് കയറ്റുന്നത് വരെയാണ് ക്രോസ് ഡോക്കിങ്ങിൽ സ്റ്റോറേജ് ഫെസിലിറ്റി ആവശ്യം വരുന്നത്. നെക്സ്റ്റ് വൺ, ഇൻവെൻറ്ററി. Inventory includes raw materials, work in progress and finished products within a supply chain. Changing inventory policies can alter supply chain's efficiency and responsiveness. അപ്പോൾ ഇൻവെൻറ്ററി എന്നുള്ള കാറ്റഗറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതെല്ലാം സപ്ലൈ ചെയിനിൽ ഇൻവെൻറ്ററി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓരോ ഇൻവെൻറ്ററി പോളിസീസും, ഓരോ ഓർഗനൈസേഷൻ്റെ ഇൻവെൻറ്ററി പോളിസീസും അതിൻ്റെ സപ്ലൈ ചെയിൻ എഫിഷ്യൻസി അനുസരിച്ച് നമ്മൾക്ക് അൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ വിത്ത് റിഗാർഡ് ടു ദ ക്രിയേഷൻ ആൻഡ് ഹോൾഡിംഗ് ഓഫ് ഇൻവെൻറ്ററി, ദ ഡിസിഷൻസ് ടു ബി മെയ്ഡ് ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് സൈക്കിൾ ഇൻവെൻറ്ററി. സൈക്കിൾ ഇൻവെൻറ്ററി എന്ന് പറയുന്നത് ദിസ് ഇസ് എ എമൗണ്ട് ഓഫ് ഇൻവെൻറ്ററി നീഡഡ് ടു സാറ്റിസ്ഫൈ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഇൻ എ പീരിയഡ് ബിറ്റ്വീൻ പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ്. സൈക്കിൾ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾക്ക് ആവശ്യം വരുന്ന ഒരു കാറ്റഗറി ഓഫ് പ്രോഡക്റ്റ് ആണ് സൈക്കിൾ ഇൻവെൻറ്ററി. അത് കണ്ടിന്യൂസ് നമ്മൾ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾക്ക് എന്തായാലും അത് സൈക്കിൾ ചെയ്ത്, അതായത് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾക്ക് എപ്പോഴും വേണ്ടതാണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ സ്റ്റേജ് വരെ നമ്മൾക്ക് ഈ ഒരു ഇൻവെൻറ്ററി വെച്ചിട്ട് നമ്മളതിനെ റൗണ്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇൻവെൻറ്ററി എപ്പോഴും നമ്മൾക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് പർച്ചേസ് വരെ നമ്മൾക്കിത് യൂസ് ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻവെൻറ്ററിയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പർച്ചേസ് വരുന്ന ടൈം വരെ ഇത് യൂസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പർച്ചേസ് ചെയ്ത് പ്രൊഡക്ഷൻ ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നതാണ് സേഫ്റ്റി ഇൻവെൻറ്ററി. ഇൻവെൻറ്ററി ക്യാരിഡ് ഫോർ ദ പർപ്പസ് ഓഫ് സാറ്റിസ്ഫൈയിങ് ഡിമാൻഡ് ദാറ്റ് എക്സീഡ്സ് എമൗണ്ട് ഓഫ് ഫോർകാസ്റ്റഡ് ഇൻ ദ ഗിവൺ പീരിയഡ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ നമ്മൾ എത്രയാണ് ഡിമാൻഡ് എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അതിലും എക്സീഡ് ചെയ്യുകയാണ് നമ്മളുടെ ഡിമാൻഡ് റിക്വയർമെൻറ്റ്സ് എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ സേഫായിട്ട് ആ ഒരു ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്ന ഇൻവെൻറ്ററിയാണ് സേഫ്റ്റി ഇൻവെൻറ്ററി. ഓക്കെ, ഡിമാൻഡ് ഇസ് അൺസർട്ടൈൻ. നമ്മൾക്കറിയാം ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ടൈം ടു ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് പറയാൻ പറ്റില്ല കറക്റ്റ് എത്ര പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, a product shortage may result if actual demand exceeds the forecasted demand. Safety inventory is an average inventory remaining when a replenishment lot arrives. If demand forecasting could be done with the perfect accuracy, then only inventory needed could be cycle inventory. That means അപ്പോൾ നമ്മൾക്ക് സേഫ്റ്റി ഇൻവെൻറ്ററി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു അടുത്ത വർഷം നമ്മൾക്കൊരു 100 യൂണിറ്റ്സ് റോ മെറ്റീരിയൽസ് ആവശ്യം വരുള്ളൂ. അതായത് നമ്മൾക്ക് എത്ര ഡിമാൻഡ് വരും, ഒരു 1000 യൂണിറ്റ്സ് ഡിമാൻഡാണ് അടുത്ത മന്തിൽ വരിക എന്നുള്ള ഒരു ഫോർകാസ്റ്റ് നമ്മൾ വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷേ നമ്മൾക്ക് 50 യൂണിറ്റ്സ് നമ്മൾക്ക് എക്സ്ട്രാ ഡിമാൻഡ് വന്നു എന്ന് വിചാരിക്കുക. സോ ആ ടൈമിൽ നമ്മൾക്ക് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നാലോ എന്നുള്ളൊരു ഫോർകാസ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഇൻവെൻറ്ററിയാണ് സേഫ്റ്റി ഇൻവെൻറ്ററി. ഓക്കെ, ദെൻ ഇൻ കേസ് പെർഫെക്റ്റ് ആക്യുറസിയോടുകൂടി നമ്മൾക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് ഡിമാൻഡ് നമ്മൾക്ക് എല്ലാ ഇയറിലും ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സേഫ്റ്റി ഇൻവെൻറ്ററിയുടെ ആവശ്യമില്ല, നമ്മൾക്ക് സൈക്കിൾ ഇൻവെൻറ്ററി മതി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സീസണൽ ഇൻവെൻറ്ററി. സീസണൽ ഇൻവെൻറ്ററി എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാവും, പ്രൊഡക്ഷൻ പീക്കിലെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് ഡിമാൻഡ് പീക്ക് സീസണിലെത്തുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് വളരെ കൂടുന്ന സമയത്ത് അതെപ്പോഴായിരിക്കും? സീസണൽ ഉണ്ടാകുന്ന ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ് ആണ്. ഇപ്പോൾ അംബർലയാണെങ്കിൽ സീസണലി ഭയങ്കര ഡിമാൻഡായിരിക്കും റെയിനി സീസണിൽ. ദെൻ അങ്ങനെ ഓരോ സീസണലി നമ്മൾക്ക് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും എന്നറിയാവുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കീപ്പ് ചെയ്ത് വെക്കുന്ന ഇൻവെൻറ്ററിയാണ് സീസണൽ ഇൻവെൻറ്ററി. ഓക്കെ, then next supply chain driver ആണ് transportation. Transportation entails movement of inventory from point to point in supply chain. The different modes of transportation include air, water, land transport such as railways, rails, then
road transport, off-road transport, etc. Other modes also exist include pipeline, cable transport, and the space transport. Transportation is an important supply chain driver because the products are rarely produced and consumed in the same location. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവിടെ പല ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ടിൽ തന്നെ റോഡ് ഉണ്ട്, റെയിൽ ഉണ്ട്, ദെൻ ഓഫ് റോഡ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്. ദെൻ അതല്ലാതെ തന്നെ പൈപ്പ് ലൈൻ, കേബിൾ ആൻഡ് സ്പേസ് ട്രാൻസ്പോർട്ട് അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ. കാരണം പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷനും അതിൻ്റെ കൺസംഷനും ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെ റയറായിട്ട് മാത്രമേ ഒരു സ്ഥലത്ത് തന്നെ പ്രൊഡക്ഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അല്ലെങ്കിൽ ഡിമാൻഡ് അവിടെ തന്നെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ കൺസംഷൻ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലായ്പ്പോഴും വേണ്ട ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. The next ആണ് information. Information is a crucial in supply chain as it provides a basis on which supply chain manager make decision. Information is a key supply chain driver because it serves as a glue that allows other supply chain drivers to work together with the goal of creating an integrated, coordinated supply chain. It is a crucial to supply chain performance because it provides the foundation on which supply chain processes execute transportation and the transaction and the managers make decisions. Without information, managers cannot know what customers want, how much inventory is in stock, when more products should be produced or shipped. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. ബിക്കോസ് ഈ പറയുന്ന സപ്ലൈ ചെയിൻ ഡ്രൈവേഴ്സിനെല്ലാം പെർഫോം ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇൻഫർമേഷൻ്റെ സപ്ലൈ കൂടെ വേണം. ഓരോ ഇൻഫർമേഷൻ നമ്മളിപ്പോൾ ഇൻവെൻറ്ററി പറഞ്ഞു, ഇൻവെൻറ്ററി ഒരു സപ്ലൈ ചെയിൻ ഡ്രൈവറാണ്. അവിടെ എത്ര ഇൻവെൻറ്ററി ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഇൻവെൻറ്ററി ഇനി പർച്ചേസ് ചെയ്യണം, സൈക്കിൾ ഇൻവെൻറ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ പർച്ചേസ് മാനേജ്മെൻറ്റിന് അടുത്ത സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഈ ഇൻവെൻറ്ററി വെച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സോ അത് ഏത് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് ടൈമിൽ ഡെലിവറി ചെയ്യണം, എവിടെ ഡെലിവറി ചെയ്യണം, നമ്മുടെ സ്റ്റോക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇൻഫർമേഷൻ വേണം. എല്ലാ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസും നമ്മൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്റ്റേജസുമായിട്ടുള്ള ഇൻഫർമേഷൻ ഫ്ലോ അവിടെ ആവശ്യമാണ്. Then, in short, information is crucial to making good supply chain decision at all three levels of decision making, that is strategy, planning and operation, and in each of the other supply chain drivers, facilities, inventory, transportation, sourcing and planning. അപ്പോൾ നമ്മൾക്ക് ഇതിനെ ചുരുക്കി പറയാം, അല്ലെങ്കിൽ കൺക്ലൂഷൻ പറഞ്ഞാൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സപ്ലൈ ചെയിനിൽ എല്ലാ ലെവൽസിലും നമ്മൾ മെയിനായിട്ടുള്ള ലെവൽസ് പറയുന്നത് സ്ട്രാറ്റജി പ്രിപ്പറേഷൻ, ദെൻ പ്ലാനിങ് ആൻഡ് ഓപ്പറേഷൻസ്, ഈ 3 ലെവലിലും മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ഇൻവെൻറ്ററി, ട്രാൻസ്പോർട്ടേഷൻ, സോഴ്സിങ്, പ്ലാനിങ്, ഇതിലെല്ലാം വേണ്ട ഒരു എലമെൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എലമെൻ്റ് ആണ് സോഴ്സിങ്. Sourcing is a set of business process required to purchase goods and services. Managers must first decide which tasks will be outsourced and those that will be performed within the firm. സോഴ്സിങ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രോസസ്സാണ് ചെയ്യേണ്ടത്, ഓർഗനൈസേഷൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള ഔട്ട്സോഴ്സ്ഡ് ഫേംസിന് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. അതായത് സോഴ്സിങ് ദാറ്റ് മീൻസ് നമ്മൾ സെറ്റ് ഓഫ് ബിസിനസ് പ്രോസസ് റിക്വയർഡ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫസ്റ്റ് വരുന്നത് നമ്മൾ ഗുഡ്സും സർവീസസും പർച്ചേസ് ചെയ്യാനായിട്ട് എവിടെ നിന്നാണ് നമ്മൾക്കത് പർച്ചേസ് ചെയ്യാനുള്ള സോഴ്സ് അല്ലെങ്കിൽ റിസോഴ്സ് എവിടെ നിന്നാണ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു സോഴ്സിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്ന സോഴ്സിംഗ് എന്ന് പറയുന്നത് ഡിസൈഡ് വിച്ച് ടാസ്ക് വിൽ ബി ഔട്ട്സോഴ്സ്ഡ്. നമ്മൾക്ക് കുറേ പ്രോസസ്സുകൾ ഒരു ഓർഗനൈസേഷന് ചെയ്യാനുണ്ട് അല്ലേ. സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്താണ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അത് അവരുടെ സപ്ലൈ ചെയ്ത് ഡിമാൻഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള പ്രോസസ്സിൽ പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഫങ്ഷൻസ് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ദെൻ ഇതിൽ ഏതൊക്കെ ഫങ്ഷൻസ് ഫേം തന്നെ ചെയ്യണം, ഏതൊക്കെ ഫങ്ഷൻസ് മറ്റുള്ള ഫേമിനെ കൊണ്ട് അല്ലെങ്കിൽ ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള ഫേമുകളെ കൊണ്ട് പെർഫോം ചെയ്യിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതും സോഴ്സിങ്ങിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് സോഴ്സിംഗ് എന്ന് പറയുന്നത്. ദെൻ കമ്പോണൻസ് ഓഫ് സോഴ്സിംഗ് ഡിസിഷൻ. ഫസ്റ്റ് വരുന്നത് ഇൻ ഹൗസ് ഓർ ഔട്ട് സോഴ്സ്. The most significant sourcing decision of a firm to whether to perform a task in-house or outsource to third party. This decision should be driven in part by its impact on the total supply chain profitability.
അപ്പോൾ ഫസ്റ്റ് പറയുന്ന കമ്പോണൻറ്റ് ഇൻ ഹൗസ് ഓർ ഔട്ട്സോഴ്സ്. അതിൽ പറയുന്നത് നമ്മൾ സോഴ്സിങ്ങിൽ പറഞ്ഞത് തന്നെയാണ്. ഏതൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുമ്പോൾ അതിൽ പറയുന്ന ഏതൊക്കെ ഫംഗ്ഷൻസ് ഓർഗനൈസേഷൻ തന്നെ പെർഫോം ചെയ്യണം, ഏതൊക്കെ ഫംഗ്ഷൻസ് ഔട്ട്സോഴ്സിങ് ഏജൻസികളെ ഏൽപ്പിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു കമ്പോണൻറ്റിൽ പറയുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ ഇപ്പോൾ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം അല്ലേ. അതല്ല അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഫംഗ്ഷൻ ഇതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതൊക്കെ ഫംഗ്ഷൻസ് ഫേം തന്നെ ചെയ്യണം, ഏതൊക്കെ ഫംഗ്ഷൻസ് പുറത്തുള്ള ഫേമിന് അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഏൽപ്പിച്ച് കൊടുക്കണം, തേർഡ് പാർട്ടി അതുപോലെ തന്നെ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സിന് ഏൽപ്പിച്ച് കൊടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് സപ്ലയർ ഡിസിഷൻ. It must be decided on the number of suppliers they will have for a particular activity. They must then identify the criteria along with supplier will be evaluated and how they will be selected. Then ഇവിടെ പറയുന്നത് സപ്ലയർ ഡിസിഷൻ. ഇനി നമ്മൾ ഈ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എത്ര സപ്ലയറിന് നമ്മൾക്ക് ആവശ്യമാണ്, ഓക്കെ, അതുപോലെ തന്നെ ഏത് ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസിങ്. പ്രൈസിങ് നമ്മൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഒരു പ്രോഡക്റ്റിന് അതിൻ്റെ പ്രോഡക്റ്റിന് വരുന്ന കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്രോഫിറ്റും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യും. ദെൻ പ്രൈസിങ് ഡിറ്റർമൈൻസ് ഹൗ മച്ച് എ ഫേം വിൽ ചാർജ് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഇറ്റ് മേക്സ് അവൈലബിൾ ഇൻ എ സപ്ലൈ ചെയിൻ. നമ്മളൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന സമയത്ത് എത്ര ആ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യണം, ആ ഒരു ഗുഡ്സിന് അല്ലെങ്കിൽ സർവീസിന് എത്ര ചാർജ് ചെയ്യണം എന്നുള്ളതാണ് പ്രൈസിങ്ങിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. Pricing is a factor that gears up a profit in supply chain through the appropriate match of supply and demand. Then, revenue management can be defined as an application of pricing to increase the profit produced from a limited supply chain assets. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, സപ്ലൈ ചെയിനിൽ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. പ്രൈസ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എത്ര പ്രോഫിറ്റ് വേണമെന്ന് വിചാരിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ റവന്യൂ മാനേജ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റിയാണ് ഈ പറയുന്ന പ്രൈസിങ് ഡിസിഷൻ. ഓക്കെ, നമ്മൾക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ അസറ്റ്സ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ അസറ്റ്സ് യൂസ് ചെയ്ത് ലിമിറ്റഡ് അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ പ്രൈസിങ് ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.